വൈദ്യുതി മന്ത്രി പറയുന്നത് സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഒന്നുമില്ല എന്നാണ്. ഓവർലോഡ് ആകുമ്പോൾ അല്പം ഒന്ന് നിയന്ത്രണം അത്രമാത്രമേ ഉള്ളൂ എന്ന് വൈദ്യുതി മന്ത്രി പറയുന്നുണ്ട്. ജനങ്ങൾ സ്വയം നിയന്ത്രിക്കണമെന്നും വൈദ്യുതി മന്ത്രി അഭ്യർത്ഥിക്കുകയാണ്. അവർക്കിട്ടല്ല, ഓവർലോഡ് വരുമ്പോൾ ഡ്രിപ്പാകുകയാണ്. ആ ഡ്രിപ്പാകുമ്പോൾ ഉണ്ടാകുന്ന തടസ്സമാണ്. അത് 1 മിനിറ്റ് 4 വീട്ടുകാർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണാകും. സ്വാഭാവിക നിയന്ത്രണമാണ്. അതിപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ്റെ മുമ്പിൽ ഇപ്പോൾ പ്രവേശനമാണ്. 2 ദിവസം കൊണ്ട് ഈ പ്രശ്നം തീരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അതല്ല, അവരില്ല, ജുഡീഷ്യറി സ്വഭാവമുള്ളതല്ലേ, അംഗീകരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും പവർ കട്ടില്ല. ഓവർലോഡ് ആകുമ്പോൾ ഡ്രിപ്പാകണം. അത് പ്രതിപക്ഷം ഒന്ന് സഹകരിക്കണം. കുറച്ച് ഉപയോഗം ഒന്ന് സ്വയം നിയന്ത്രണം കൊണ്ടുവന്നാൽ പ്രശ്നം തീരും. പ്രതിപക്ഷം ഒന്ന് സഹകരിക്കണം. കുറച്ചൊരു ഉപയോഗത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന മന്ത്രി വന്നു. ഹരി, അല്ലെ ഈ പ്രതിപക്ഷം എങ്ങനെ സഹകരിക്കണമെന്നതാണ്. മാത്രമല്ല, ഇനിയിപ്പോൾ വോട്ടെണ്ണാൻ ഒരു 9 ദിവസമേ ഉള്ളൂ. ഈ സർക്കാർ തന്നെ തുടരുകയാണെങ്കിൽ ഈ സർക്കാരിൻ്റെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി വൈദ്യുതി മാറില്ലേ? അതല്ല, പുതിയ സർക്കാർ വരികയാണെന്ന് കരുതുക. പുതിയ സർക്കാർ വരികയാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറില്ലേ? ഇനിയും 1-2 മാസമെങ്കിലും കനത്ത ചൂടും വരൾച്ചയും മഴക്കുറവും ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത തന്നെയല്ലേ? ഇത് മുൻകൂട്ടി അറിയുന്നത് കൂടിയായിരുന്നല്ലോ. മുൻകൂട്ടി അറിയുന്നത് കൂടിയായിരുന്നു. കാരണം ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഇപ്പോൾ തന്നെ വരൾച്ചയാണ്, കടുത്ത വേനലാണ്. മെയ് മാസത്തിലും അത് തന്നെ തുടരും. വേനൽ മഴ കാര്യമായി ലഭിച്ചിട്ടില്ല. ഇനി വരാൻ പോകുന്നത് കാലവർഷമാണ്. കാലവർഷം ശരാശരി ലഭിക്കുന്ന മഴയേക്കാൾ കുറവായിരിക്കും എന്നുള്ള പ്രവചനം ഇതിനോടകം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രാഥമികമായി നൽകിക്കഴിഞ്ഞു. മറ്റ് സ്വകാര്യ ഏജൻസികളും അത് നൽകിക്കഴിഞ്ഞു. അപ്പോൾ കാലവർഷത്തിലും ഈ എൽ നിനോ പ്രതിഭാസത്തിൻ്റെയൊക്കെ സ്വാധീനത്താലായിരിക്കണം കാലവർഷത്തിൽ മഴ കുറവായിരിക്കും എന്നുള്ള ഒരു അറിയിപ്പ് ഇതിനോടകം നേരത്തെ ഒരു 2 ആഴ്ച മുമ്പേ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയിപ്പുകളും മുന്നറിയിപ്പുകളും ഒക്കെ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ മുന്നൊരുക്കമാണ് വേണ്ടത് ഇവിടെ. അത് കൃത്യമായി നടന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി വരില്ലായിരുന്നു. ഇനി വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനു വേണ്ടിയിട്ടാണ് KSEBയും മറ്റധികൃതരും ശ്രമിക്കേണ്ടത്. TS ഹരികൃഷ്ണനാണ് തിരുവനന്തപുരം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇല്ല എന്നതാണ് സർക്കാർ അവകാശപ്പെടുന്നത്. അതേസമയം തന്നെ പലയിടത്തും വലിയ ബുദ്ധിമുട്ടാണ്. രാത്രി കിടന്നുറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. AC എന്നത് നേരത്തെ വലിയ ആഡംബരമായിരുന്നുവെങ്കിൽ ഇപ്പോൾ പല വീടുകളിലും അത് അനിവാര്യമായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. AC ഇല്ലാത്ത ഇടങ്ങളിൽ കൂടുതൽ ഫാനുകൾ ഒക്കെ വെച്ചുകൊണ്ടാണ് രാത്രി ഉറങ്ങുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. പുറത്തിറങ്ങി കിടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. കള്ളന്മാരെ ഭയക്കണം. ഇപ്പോൾ പാമ്പ് എന്ന വലിയ ആശങ്കയുമുണ്ട്. അതിനിടയിലാണ് രാത്രിയിൽ കറണ്ട് പോകുന്നത്. അതേസമയം തന്നെ ഓരോ ഉപഭോക്താക്കളും സ്വയം നിയന്ത്രിക്കേണ്ടതായുണ്ട്. വൈകിട്ട് ഈ പീക്ക് അവേഴ്സിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ചെലവ് വരുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ ഹീറ്റർ ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേകമായ ശ്രദ്ധ വേണം എന്നത് വളരെ പ്രധാനമാണ്. സ്വയം നിയന്ത്രണം അനിവാര്യമാണ്. അതേസമയം തന്നെ അപ്രതീക്ഷിതമായി ഉണ്ടായ ചൂടിതാ വന്നുപോയി, അതുകൊണ്ട് ഓവർലോഡായി, അതുകൊണ്ട് കറണ്ട് കട്ടായി പോകുന്നു എന്ന KSEBയുടെ വാദം നിലനിൽക്കുന്നുവല്ല. ദീർഘകാല ഹ്രസ്വകാല കരാറുകൾ നമുക്കുണ്ട്. അങ്ങനത്തെ കരാറുകൾ പുതുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് KSEBയുടെ മാത്രം വീഴ്ചയാണ്. മാത്രമല്ല, ഇവിടെ മഴ പെയ്യുന്ന കാലത്തൊക്കെ നമുക്ക് അധികമായി ലഭിക്കുന്ന വൈദ്യുതി മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകാറുണ്ട്. അവിടെ നിന്ന് വൈദ്യുതി നമ്മൾ വാങ്ങാറുണ്ട്. നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വലിയ തോതിൽ 1500 മെഗാവാട്ടിൻ്റെ അധികമെങ്കിലും കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ വർധനവുണ്ടായിട്ടുണ്ട്. സോളാർ വഴി വീടുകളിൽ നിന്ന് ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുന്ന വൈദ്യുതിയിൽ വർധനവുണ്ടായിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ വൈദ്യുതി മേഖല കുറേ സമ്പൂർണ്ണമായി സ്വയം പര്യാപ്ത സ്വഭാവത്തിലേക്ക് എത്തും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് ഉൾപ്പെടെയാണ് പറയുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഇത് അപ്രതീക്ഷിതമായി ഉണ്ടായി എന്ന് പറയുമ്പോൾ KSEBക്ക് എന്തോ പിശക് അവിടെ സംഭവിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ.